Hello, this video is data reduction second part discuss numerosity reduction discuss Numerosity reduction is two methods. One parametric methods and non-parametric methods. Parametric methods data models modeling data reduction. Simple linear regression, multiple linear regression, and log linear models. These are parametric methods. So, simple linear regression, we have a straight line equation model. For example, y is equal to mx plus c is our equation. We add data line fit m and c, regression coefficients, slope, intercept. M and C value കണ്ടുപിടിച്ചിട്ട് ഒരു പുതിയ x value വന്നു കഴിഞ്ഞാൽ y എന്തായിരിക്കും എന്ന് പറയുന്നതിനെയാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് അതല്ലെങ്കിൽ പ്രെഡിക്റ്റർ വേരിയബിൾ എന്നാണ്, y എന്ന് പറയുന്നത് ഡിപെൻഡന്റ് ഓർ റെസ്പോൺസീവ് വേരിയബിൾസ് എന്നാണ്. അപ്പോൾ സിമ്പിൾ ലീനിയർ റിഗ്രഷന്റെ ഒരു പ്രെഡിക്റ്റർ വേരിയബിളെ ഉണ്ടാകുന്നു. ഇനി മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ പ്രെഡിക്റ്റർ വേരിയബിൾസ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ y is equal to m1x1 plus m2x2 plus c. ഇതിലേക്ക് നമ്മൾ മോഡൽ ചെയ്തിട്ട് m1 ഉം m2 ഉം c ഉം എന്താണ് കണ്ടുപിടിക്കും. എന്നിട്ട് x1 ഉം x2 ഉം കിട്ടിക്കഴിഞ്ഞാൽ y എന്തായിരിക്കും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ മോർ ദാൻ വൺ പ്രെഡിക്റ്റർ വേരിയബിൾസ് ആണ് ഉണ്ടാവുക. ഈ ലോഗ് ലീനിയർ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റയെ ഒരു മൾട്ടി ഡയമെൻഷണൽ ഒരു n ഡയമെൻഷണൽ സ്പേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അതിൽ ഓരോ പോയിന്റിന്റെയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കും. അത് വെച്ചിട്ട് നമ്മൾ ഡാറ്റയെ മോഡൽ ചെയ്യുന്നതിനെയാണ് ലോഗ് ലീനിയർ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ റിഗ്രഷനും ലോഗ് ലീനിയർ മോഡൽസുമാണ് നമ്മുടെ പാരാമെട്രിക് മെത്തേഡ്സ് ഇൻ ഡാറ്റ റിഡക്ഷൻ, അത് പാരാമെട്രിക് മെത്തേഡ്സ് ഇൻ ന്യൂമറോസിറ്റി റിഡക്ഷൻ. നോൺ പാരാമെട്രിക് മെത്തേഡ്സ് ഫോർ ന്യൂമറോസിറ്റി റിഡക്ഷനിൽ നമുക്ക് മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്: ഹിസ്റ്റോഗ്രാംസ്, ക്ലസ്റ്ററിംഗ് ആൻഡ് സാമ്പിളിംഗ്. ഹിസ്റ്റോഗ്രാം നിങ്ങൾക്ക് കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും. നമ്മൾ ബാർ ചാർട്ട് വെച്ചിട്ട് ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ്. പിന്നെ ക്ലസ്റ്ററിംഗ് ആണുള്ളത്. ക്ലസ്റ്ററിംഗ് ഞാൻ ഓൾറെഡി മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സിമിലർ ആയിട്ടുള്ള ഡാറ്റ പോയിന്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ഒരു ക്ലസ്റ്ററിൽ കണക്കാക്കുന്നു. ഡിസിമിലർ ആയിട്ടുള്ള ഡാറ്റ പോയിന്റ്സ് നമ്മൾ വേറെ ക്ലസ്റ്ററിലേക്ക് ആക്കുന്നു. അതായത് ഒരു സിമിലാരിറ്റി മെഷർ വെച്ചിട്ട് ഡേറ്റിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ക്ലസ്റ്റേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ഈ ക്ലസ്റ്റർ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ഒറിജിനൽ ഡേറ്റയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുക. പിന്നെയാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഈ ഓരോ ക്ലസ്റ്ററിന്റെ ക്വാളിറ്റി അറിയാൻ നമുക്ക് ക്ലസ്റ്റർ ഡയാമീറ്റർ ചെക്ക് ചെയ്യാം. അതായത് മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ എ ക്ലസ്റ്റർ, അതാണ് ക്ലസ്റ്റർ ഡയാമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഓരോ ക്ലസ്റ്ററും ഒരു സെന്റർ ഉണ്ടാവും, ക്ലസ്റ്റർ സെൻട്രോയിഡ്. ക്ലസ്റ്റർ സെൻട്രോയിഡ് തൊട്ട് എല്ലാ പോയിന്റ്സിലേക്കുമുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് കിട്ടും. ഇതൊക്കെയാണ് ക്ലസ്റ്ററിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ള മെഷേഴ്സ്: ക്ലസ്റ്റർ ഡയാമീറ്ററും സെൻട്രോയിഡ് ഡിസ്റ്റൻസും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഡേറ്റനെ ക്ലസ്റ്റർ ചെയ്തിട്ട് ആ ക്ലസ്റ്റേർഡ് റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒറിജിനൽ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുക. മൂന്നാമത്തെ മെത്തേഡാണ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഡേറ്റയുടെ ഒരു റെഡ്യൂസ് റെപ്രസെന്റേഷൻ ആണ് ബൈ ടേക്കിംഗ് സം സാമ്പിൾസ് ഔട്ട് ഓഫ് ഇറ്റ്. അതിനാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ സാമ്പിളിംഗ് നമുക്ക് മെത്തേഡ്സ് 4 ഉണ്ട്: സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, ക്ലസ്റ്റർ സാമ്പിൾ ആൻഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 100 സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 10 എണ്ണം റാൻഡംലി എടുക്കുന്നു. ഇതിനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ആ 100 എണ്ണത്തിൽ നിന്ന് ഓരോന്നും നമ്മൾ എടുത്ത് നമുക്ക് ടോട്ടൽ D സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു S സാമ്പിൾസ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ആ S സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ഞാനിപ്പോൾ ഈ 100 എടുത്തതിന് 1000 എടുത്തു, അത് എഴുതി വെച്ചു, ഇതാണ് ഞാൻ എടുത്ത ഡേറ്റ, തിരിച്ച് ആ ബാഗിനകത്ത് തന്നെ ഇട്ടു. വീണ്ടും അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വീണ്ടും റെപ്പറ്റീഷൻസ്, അതായത് സെലക്ട് ചെയ്യപ്പെട്ട ആൾക്ക് വീണ്ടും ആ ഡ്രോയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ട്. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ എ ട്യൂപ്പിൾ ഇസ് ഡ്രോൺ ഫ്രം ദി ഡാറ്റ സെറ്റ്, ഇറ്റ് ഹാസ് ദി പ്രോബബിലിറ്റി ഓഫ് അപ്പിയറിംഗ് അഗൈൻ ഇൻ ദ ഡ്രോ. അതായത് വീണ്ടും ആ ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം എടുത്ത സാമ്പിളിലുണ്ട്. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഇനി ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റനെ നമ്മൾ ഈ ക്ലസ്റ്ററിംഗ് ഉപയോഗിച്ച് സപ്പോസ് ഒരു 10 ക്ലസ്റ്ററാക്കി ഡിവൈഡ് ചെയ്തു. ആ 10 ക്ലസ്റ്ററിൽ നിന്ന് ഞാൻ ഒരു 2 ക്ലസ്റ്റർ റാൻഡംലി എടുത്തു. അതിനാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് ക്ലസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം ആ
ഫുൾ ടോട്ടൽ ക്ലസ്റ്റേഴ്സിൽ നമ്മൾ റാൻഡം ആയിട്ടുള്ള എസ് ക്ലസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അടുത്ത സാമ്പിളിംഗ് ആണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ നമ്മൾ നമ്മുടെ ഡേറ്റയെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വെച്ചിട്ട് എലിമെന്റ്സിനെ ഡ്രോ ചെയ്യും. അതിനെയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗും ക്ലസ്റ്റർ സാമ്പിളിംഗ് നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ ക്ലസ്റ്റർ സാമ്പിളിംഗിൽ നമ്മൾ 10 ക്ലസ്റ്റർ ആക്കി ഡിവൈഡ് ചെയ്താൽ ആ 10 ക്ലസ്റ്ററിന് 2 ക്ലസ്റ്റർ എടുക്കുമ്പോൾ ആ 2 ക്ലസ്റ്ററിലെ എല്ലാ ഡേറ്റാ പോയിന്റ്സും എടുക്കുന്നുണ്ട്. ആ ക്ലസ്റ്റർ മൊത്തത്തിലാണ് എടുക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഡേറ്റിനെ 10 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തെങ്കിൽ ഓരോ ഗ്രൂപ്പിനും ഒരു റാൻഡം നമ്പർ, ഇപ്പോൾ 3 ഈ ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ അടുത്ത ഗ്രൂപ്പിൽ നിന്ന് ഒരു 3, പിന്നത്തെ ഗ്രൂപ്പിൽ നിന്ന് ഒരു 4, അങ്ങനെ ഓരോ ഗ്രൂപ്പിന്റെ ഉള്ളിലാണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ചെയ്യുന്നത്. അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് സാമ്പിളിംഗ് ടെക്നിക്സ് ഓഫ് ദി നോൺ പാരാമെട്രിക് മെത്തേഡ്സ് ഓഫ് ദി ന്യൂമറോസിറ്റി റിഡക്ഷൻ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഹയറാർക്കി ജനറേഷൻ ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരു അറിവും ചേർന്നതല്ല. ബൈ.